Hi all, today we are discussing about types of operating system. നമ്മൾക്കറിയാം കമ്പ്യൂട്ടേഴ്സ് ഇൻവെൻറ്റ് ചെയ്തത് ഹ്യൂമൻ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹ്യൂമൻസ് വർക്ക് ചെയ്യുന്ന എല്ലാ ഫീൽഡിലും നമ്മൾ കമ്പ്യൂട്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫീൽഡ് മാറുന്നതനുസരിച്ച് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറും. ഫോർ എക്സാമ്പിൾ, സയൻറ്റിഫിക് റിസർച്ച് സെൻറ്ററുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന വിൻഡോസ് 7, വിൻഡോസ് 8 ഇങ്ങനത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കത്തില്ല. അതേപോലെ ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ, തൗസൻഡ്സ് ഓഫ് യൂസേഴ്സാണ് അവിടെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നത്. അത് മോണിറ്റർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോരാ. അപ്പം ഫീൽഡ് മാറുന്നതനുസരിച്ച്, മെഡിക്കൽ ഫീൽഡാണോ, സയൻറ്റിഫിക് ആണോ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണോ, ഇതിനനുസരിച്ച് അവിടുത്തെ കമ്പ്യൂട്ടർ റിസോഴ്സസുകളെ മാനേജ് ചെയ്യാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറാറുണ്ട്. അപ്പം ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫീൽഡ്, ഏത് ഫീൽഡിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, ആ ഫീൽഡിനനുസരിച്ച് സയൻറ്റിഫിക് ഫീൽഡാണെങ്കിൽ അതിന് വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ അവിടെ മാനേജ് ചെയ്യാൻ മറ്റൊരെണ്ണം, ഇങ്ങനെ ഡിവൈസ് കൺട്രോളിംഗ് ആണെങ്കിൽ ഇങ്ങനെ ഓരോ ഫീൽഡ് മാറുന്നതനുസരിച്ച് നമുക്ക് കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. The characteristics of an operating system varies according to the following factors. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറുന്നത് പ്രധാനമായും 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് പ്രോസസ്സർ ഷെഡ്യൂളിംഗ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് മാനേജ്മെൻറ്റ്, ദെൻ ഫയൽ മാനേജ്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയയാണ് പ്രോസസ്സർ ഷെഡ്യൂളിംഗ്. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സസാണ് CPU അല്ലെങ്കിൽ പ്രോസസ്സർ. മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ CPU എക്സിക്യൂഷന് വേണ്ടി വരുമ്പോൾ ഈ പ്രോസസ്സുകളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറും. സെക്കൻഡ് വൺ ഈസ് മെമ്മറി മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് OS മെമ്മറിയെ മാനേജ് ചെയ്യുന്നത്, മെമ്മറിക്ക് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിനനുസരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറും. നമ്മൾക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒന്നിലധികം ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, വി ആർ യൂസിങ് പ്രിൻ്റർ. ഒന്നിലധികം പ്രോഗ്രാമുകൾ പ്രിൻ്ററിനെ ആക്സസ് ചെയ്യുമ്പോൾ ആർക്കാണ് പ്രയോറിറ്റി, ഏത് പ്രോഗ്രാമിനാണ് പ്രിൻ്ററിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതേപോലെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. മറ്റ് ഡിവൈസസുകളെ മാനേജ് ചെയ്യുക, ഏത് ഓർഡറിലാണ് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദെൻ ദ ഫോർത്ത് ക്രൈറ്റീരിയ ഈസ് ഫയൽ മാനേജ്മെൻറ്റ്. നമുക്കറിയാം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണത് ഫയൽ. ഫയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫയൽസ്, ഡയറക്ടറി എന്താണെന്ന് നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ആക്സസ് കൺട്രോൾസ് കൊടുക്കുക, ഡയറക്ടറീസ് കീപ്പ് ചെയ്യുക, ഫയൽ മാനേജ് ചെയ്യുക, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ജോലികളും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം ഈ 4 ക്രൈറ്റീരിയയിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് ഇതിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. അപ്പം ഈ ലെക്ചറിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് പ്രോസസ്സറിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്, എങ്ങനെയാണ് മെമ്മറി മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ OS ഫയൽസിനെ മാനേജ് ചെയ്യുന്നത്, ഈ 4 ക്രൈറ്റീരിയ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ എവല്യൂഷൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന്. ഒരേപോലത്തെ പ്രോസസ്സിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനുള്ള പ്രോഗ്രാമുകളെ നമ്മൾ ബാച്ചായിട്ട് ഗ്രൂപ്പ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അതിനെ ജോബ് കൺട്രോൾ ലാംഗ്വേജ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് എക്സിക്യൂഷൻ നടത്തുന്ന പ്രോസസ്സിങ്ങിന് പറഞ്ഞ പേരാണ് ബാച്ച് പ്രോസസ്സിങ്. അപ്പം ബാച്ച് പ്രോസസ്സിങ് എന്നത് എവല്യൂഷനിൽ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനും എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഒരേപോലത്തെ കമ്പ്യൂട്ടേഷൻസ് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമുകളെ നമ്മൾ ബാച്ച് ആക്കി മാറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കമ്പ്യൂട്ടേഷൻ ടൈം വളരെ കൂടുതലായിരിക്കും, യൂസർ ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും. അതായത് ഇവിടെ
ഇങ്ങനത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ദ പ്രോഗ്രാംസ് വിത്ത് ലാർജ് കമ്പ്യൂട്ടേഷൻ ടൈം വിത്ത് നോ നീഡ് ഓഫ് യൂസർ ഇൻട്രാക്ഷൻ ഓർ ഇൻവോൾവ്മെൻറ്റ്. അത്തരം ബാച്ച് പ്രോഗ്രാമുകളെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന് എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദ പ്രോഗ്രാംസ് ദാറ്റ് ഇൻക്ലൂഡ് പേ റോൾ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേഷൻ, ഇങ്ങനെയുള്ള ലാർജ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസ് ഉള്ള പ്രോഗ്രാമുകളെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ രണ്ട് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് നോൺ ഇൻറ്ററാക്റ്റീവ് എൻവയോൺമെൻറ്റ്. അതായത് ടേൺ അറൗണ്ട് ടൈം വെരി ഹൈ ആണ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞ ടേം നമ്മളിവിടെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: നമ്മളൊരു ജോബ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ടൈം ഇൻ്റർവെലിന് പറയുന്ന പേരാണ് ടേൺ അറൗണ്ട് ടൈം. നമുക്കറിയാം ലാർജ് കമ്പ്യൂട്ടേഷൻസ് ഉള്ള പ്രോഗ്രാമാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേൺ അറൗണ്ട് ടൈം ഇവിടെ എന്താണ്, വെരി ഹൈ ആയിരിക്കും. ദെൻ യൂസർ ഹാവ് നോ കൺട്രോൾ ഓവർ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് ദ പ്രോഗ്രാം. വൺസ് നമ്മളിതിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് യൂസർ ഇൻവോൾവ്മെൻറ്റ്. വൺസ് നമ്മൾ പ്രോഗ്രാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഇതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഓഫ്ലൈൻ ഡീബഗ്ഗിങ്. അതായത് എറർ ഒക്കർ ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ നമുക്ക് പ്രോഗ്രാമേഴ്സിന് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാർജ് കമ്പ്യൂട്ടേഷൻ ടൈം ആവശ്യമായിട്ടുള്ള സിമിലർ പ്രോഗ്രാമുകളെ നമ്മൾ ബാച്ച് ആക്കുന്നു. ഇതിൻ്റെ അകത്ത് യൂസർ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൻ്റെ രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ്സ് നോൺ ഇൻട്രാക്റ്റീവ് എൻവയോൺമെൻറ്റ്, ദാറ്റ് ഈസ് turnaround time is very high and the user has no control over the intermediate result. And the second disadvantage is offline debugging, that is programmers cannot correct bugs the moment it occurs. Okay, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചാലും 4 ക്രൈറ്റീരിയ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൗ ദ പ്രോസസ്സേഴ്സ് ഷെഡ്യൂളിംഗ്. Second one, how the memory management, how input-output devices are managed, how files are managed. അതേപോലെ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഈ 4 ക്രൈറ്റീരിയകൾ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോസസ് ഷെഡ്യൂളിംഗ്. നമുക്കറിയാം, ഒന്നിലധികം പ്രോഗ്രാമുകൾ എക്സിക്യൂഷന് വേണ്ടി വരുമ്പോൾ അതിനെ എങ്ങനെയാണ് CPU-വിലേക്ക് എക്സിക്യൂഷന് വേണ്ടി കൊടുക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് അലോക്കേഷൻ സ്ട്രാറ്റജി. ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം 3 പ്രോഗ്രാംസ് റൺ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പ്രോഗ്രാമുകളെ നമ്മൾ എവിടെയാണ് റിസൈഡ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, റെഡി ക്യൂവിൽ 3 പ്രോഗ്രാംസ് റിസൈഡ് ചെയ്യുകയാണ്. അപ്പം OSന് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഏത് പ്രോഗ്രാമിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് പ്രോഗ്രാമിനെയാണ് ആദ്യം CPU-ലേക്ക് എക്സിക്യൂഷന് കൊടുക്കേണ്ടത്. അപ്പം ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അലോക്കേഷൻ സ്ട്രാറ്റജി HCFS ആണ്. ഫസ്റ്റ് വരുന്നത് ആരാണോ ആ ഫസ്റ്റ് വരുന്ന ആളെ ഫസ്റ്റ് സേവ് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് കം ഫസ്റ്റ് സേവ് ബേസിസിലാണ് ഇവിടെ അലോക്കേഷൻ നടക്കുന്നത്. അപ്പം അവിടെ വരുന്ന പ്രോഗ്രാമിൻ്റെ അറൈവൽ ടൈം നോക്കിയിട്ട് ആരാണ് ആദ്യം വന്നത്, റെഡി ക്യൂർ എത്ര പ്രോഗ്രാം ഉണ്ടായാലും ഫസ്റ്റ് വന്ന പ്രോഗ്രാം ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സർ ഷെഡ്യൂളിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം FCFS ബേസിസിലാണ്. അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സേവ്, that is it is processed in the order of submission, order of arrival or order of submission ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ അലോക്കേഷൻ സ്ട്രാറ്റജി. ദെൻ സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് മെമ്മറി മാനേജ്മെൻറ്റ്. ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മെമ്മറിയെ 2 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഏരിയ ഇറ്റ് ഈസ് പെർമനൻ്റ്ലി ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റിസൈഡ് ചെയ്യാനായിട്ട് ഒരു ഏരിയ പെർമനൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. Then the remaining area is used for programs for execution. എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾക്ക് റിസൈഡ് ചെയ്യാനാണ് മെമ്മറിയുടെ ബാക്കി പോർഷൻസ് കൊടുത്തിരിക്കുന്നത്. Then memory management. Then the next one is IO management. That is allocation. ഇവിടെ നമുക്കറിയാം യൂസർ ഇൻട്രാക്ഷനും ഇൻവോൾവ്മെൻറ്റും കുറവായത് കൊണ്ട് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ അലോക്കേറ്റ് ചെയ്യുക, ഡീ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അൺഇമ്പോർട്ടൻ്റ് ആണ്.
അതായത് സിമ്പിൾ അലൊക്കേഷൻ പോളിസീസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ദെൻ ദ അതർ വൺ ഈസ് ഫയൽ മാനേജ്മെൻറ്റ്. ഇവിടെ ഫയൽ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾക്കറിയാം ഫയൽസിനെ ആക്സസ് ചെയ്യുന്നത് സീരിയൽ പാറ്റേണിലാണ്, അതായത് ലീനിയർ ഓർഡറിലാണ്. അതുമാത്രമല്ല ഇവിടെ ലിറ്റിൽ പ്രൊട്ടക്ഷനും നോൺ കൺകറൻസി കൺട്രോൾഡ് ഫയൽ ആക്സസ്, ഇങ്ങനെ ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് അവിടെ ഫയൽസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പം പ്രോസസ് ഷെഡ്യൂളിംഗ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് ഫയൽ മാനേജ്മെൻറ്റ് ഇൻ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദ നെക്സ്റ്റ് വൺ ഈസ് മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ എവല്യൂഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് എന്താണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമുക്കറിയാം ഒന്നിലധികം പ്രോഗ്രാമുകളെ ഇൻ്റർലീവ്ഡ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഇത് എനേബിൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഒന്നിലധികം പ്രോസസ്സുകൾ മെയിൻ മെമ്മറിയിൽ റിസൈഡ് ചെയ്യുകയാണ് സെയിം ടൈമിൽ. ഒന്നിലധികം പ്രോഗ്രാമുകൾ മെയിൻ മെമ്മറിയിൽ അല്ലെങ്കിൽ റെഡി ക്യൂവിൽ ഇരിക്കുവാണ്. അപ്പം മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയാം ഒരു പ്രോഗ്രാം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് CPU ഐഡിയലായിരിക്കും. ഈ ഐഡിയലായിരിക്കുന്ന സമയത്ത് റെഡി ക്യൂവിലെ നെക്സ്റ്റ് പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വീണ്ടും സെക്കൻഡ് പ്രോഗ്രാമിനെ അലോക്കേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രോഗ്രാമിന് പ്രിഫറൻസ് കൊടുക്കുന്നു. അപ്പം 100% നമുക്ക് CPU-നെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് മൾട്ടി പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത. അതായത് ഒന്നിലധികം പ്രോഗ്രാമുകൾ റിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം കമ്പ്യൂട്ടേഷൻ ഫേസ് വിട്ടിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫേസിൽ പോകുമ്പോൾ ആ ടൈം പീരീഡ് സെക്കൻഡ് റെഡി പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന 1-2 ടേംസ് ആണ് മൾട്ടി ടാസ്കിംഗ്, മൾട്ടി പ്രോസസ്സർ, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെയാണ്. അത് നമുക്ക് അടുത്ത സ്ലൈഡ് ഡിസ്കസ് ചെയ്യാം. മൾട്ടി ടാസ്കിംഗ് ഇറ്റ് ഇസ് ആൻ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. മൾട്ടി പ്രോഗ്രാമിങ്ങിൻ്റെ തന്നെ ഒരു ലോജിക്കൽ എക്സ്റ്റൻഷനാണ് മൾട്ടി ടാസ്കിംഗ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേർഡ് ടൈപ്പ് ചെയ്യുമ്പം വേർഡിൻ്റെ അകത്ത് വേർഡ് പ്രോസസ്സിംഗ് നടത്തുന്ന സമയത്ത് തന്നെ മ്യൂസിക് ലിസൺ ചെയ്യുക. അപ്പം ഒന്നിലധികം ടാസ്കുകൾ നമ്മൾ അറ്റ് എ ടൈമിൽ ചെയ്യുന്നു. അത്തരം കേപ്പബിലിറ്റിക്ക് പറയുന്ന പേരാണ് മൾട്ടി ടാസ്ക്. സെക്കൻഡിൻ്റെ വൺ ഈസ് മൾട്ടി പ്രോസസ്സിംഗ്. അതായത് എ കമ്പ്യൂട്ടർ യൂസിങ് മോർ ദാൻ 1 CPU അറ്റ് എ ടൈം. ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ഒന്നിലധികം പ്രോസസ്സിംഗ് മെഷീൻ അല്ലെങ്കിൽ പ്രോസസ്സറുകൾ ഉണ്ടെങ്കിൽ നമ്മളൊരു ജോബ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ OS ആ ജോബിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്നിലധികം പ്രോസസ്സറുകളിലേക്ക് എക്സിക്യൂഷന് കൊടുക്കുന്നു. അപ്പം ഫാസ്റ്റ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ സ്പീഡിന് കമ്പ്യൂട്ടേഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് മൾട്ടി പ്രോസസ്സിംഗ്. അതാണ് സെക്കൻഡ് വൺ. ദെൻ തേർഡ് വണ്ണിൻ്റെ പേരാണ് മൾട്ടി യൂസർ. ഇവിടെ എന്തോന്ന് ചോദിച്ചാൽ ഒന്നിലധികം യൂസേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് ഒരു റിസോഴ്സിനെ ഷെയർ ചെയ്യുന്നു നെറ്റ്വർക്ക്ഡ് എൻവയോൺമെൻറ്റിൽ. ഹൈലി പവർഫുൾ ആയിട്ടുള്ള CPU-നെയാണ് ക്ലയൻറ്റ്സ് ഷെയർ ചെയ്യുന്നത്. അപ്പം സിംഗിൾ റിസോഴ്സിനെ ഒന്നിലധികം യൂസേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്യും. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസാണ് യുണിക്സ്, VMS, മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അപ്പം എന്താണ് മൾട്ടി ടാസ്കിങ്? വിച്ച് മീൻസ് എ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. മോർ ദാൻ 1 CPUs റിസൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൾട്ടി പ്രോസസ്സർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ഒന്നിലധികം യൂസേഴ്സ് കമ്പ്യൂട്ടർ റിസോഴ്സിനെ ഷെയർ ചെയ്യുവാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ. ഡിയർ BCA S3 സ്റ്റുഡൻസ്, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ 3 ലെക്ചേഴ്സ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 ലെക്ചേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3 ലെക്ചേഴ്സ് വ്യൂ ചെയ്തതിൻ്റെ ബേസിസിൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നമ്മുടെ BCA S2-ൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്യാം.
ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. അപ്പം ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.